ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അലോക് പോലീസ് സ്റ്റേഷനിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. അങ്ങോട്ടാണ് അനന്തനും അച്യുതനും ഒരു വക്കീലിനെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. വാ വക്കീലെ, എത്രയും വേഗം എൻ്റെ മകനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയാം. പെട്ടെന്ന് എല്ലാവരും കൂടി നിൽക്കുന്ന കാണുമ്പം പോലീസുകാരൻ അങ്ങോട്ട് വരിക. എന്താ ഇവിടെ ഒരു സമ്മേളനം എന്ന് ചോദിക്കുക. ഓ, വക്കീലിനെയൊക്കെ കൂട്ടിക്കൊണ്ടാണോ വന്നിരിക്കുന്നത്? സാറേ, എൻ്റെ മോനെ എത്ര വേഗം വെറുതെ വിടണം, ഞാൻ വക്കീലിനെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല, തൻ്റെ മോൻ പുണ്യപ്രവൃത്തിയൊന്നും ചെയ്തിട്ടല്ലല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് ആനന്ദം പറയും, സാറേ, ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്. ദയവ് ചെയ്ത് നമ്മൾ തമ്മിലുള്ള അടുപ്പം വെച്ചിട്ടെങ്കിലും സാർ അവനെ ഒന്ന് വെറുതെ വിടണം എന്ന് പറയാം. ആനന്ദ സാറേ, നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് എന്നും കരുതി നമ്മൾ തമ്മിലുള്ള അടുപ്പത്തെ ദുരുപയോഗം ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയാം. ഇവൻ ചെയ്ത പ്രവൃത്തിക്ക് ഇതല്ല ചെയ്യേണ്ടത്. ഇവൻ്റെ ഭാവി എന്താകുമെന്നോർത്ത് നിങ്ങൾക്കൊക്കെ നല്ല ടെൻഷനുണ്ടല്ലേ? അപ്പോൾ പാവം ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കാനല്ലേ ഇവ നോക്കിയത്? അതിനെന്താ നിങ്ങൾക്ക് മറുപടി ഇല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് അച്യുതൻ അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, മോനെ അലോകെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അച്ഛൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടടാ എന്ന് പറയാം. അപ്പം വക്കീൽ പറയും, അതെന്താ ഇവനെ വെറുതെ വിടാൻ പറ്റില്ലാത്തത് എന്ന് ചോദിക്കാം. ഇവനെതിരെ ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇനി കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ജാമ്യം എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. ചിലപ്പം മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നേരിട്ടായിരിക്കും ഞങ്ങൾ ഹാജരാക്കുന്നത്, വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയാം. അപ്പോൾ വക്കീൽ പറയും, ഓ, ഞങ്ങളും അങ്ങോട്ട് തന്നെ വന്നോളാം, അവിടുന്ന് ഞങ്ങൾ ഇവന് ജാമ്യത്തിലെടുത്തോളാം എന്ന് പറയാം. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്ന് ആ പോലീസുകാരൻ പറയണം. എടാ അലോകെ, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അലോകിനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. പെട്ടെന്ന് അച്യുതൻ പറയും, വാ ഏട്ടാ, നമുക്കും പോകാം അവരുടെ പിന്നാലെ എന്ന് പറയാം. അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് അലോകിനെ കൊണ്ടുപോകുകയാണ്. അപ്പം അയാൾ ചോദിക്കും, ഇയാളാണോ അലോക്? ഇയാൾക്കെതിരെയുള്ള FIR ആണോ ഇത് എന്ന് ചോദിക്കും. അപ്പോൾ പോലീസുകാരൻ പറയും, അതെ സാർ, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാ ഇവൻ കളിച്ചത്, ആ കുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയവനാ ഈ നിൽക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പം മജിസ്ട്രേറ്റ് ആണെങ്കിൽ FIR എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുക. BNS 115-118-74 318 എന്ന് ഇങ്ങനെ വായിക്കാണ് കേട്ടോ. സാർ, ഒരു പാവം കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനാണ് ഈ നിൽക്കുന്നത്. ഇവനെ പിന്തുടർന്ന് ഇവൻ അവളെ ഭീഷണിപ്പെടുത്തി, വിവാഹ തലേന്ന് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടു, ആ കുട്ടിയുടെ കല്യാണം മുടക്കി. മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ആത്മഹത്യ ചെയ്തേനെ എന്ന് പറയാം. എൻ്റെ കക്ഷി നിയമത്തെ ബഹുമാനിക്കുന്ന ആളാ എന്ന് വക്കീൽ പറയണ. ഈ അനുശ്രീ എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ കക്ഷിയുമായിട്ട് പ്രണയത്തിലായിരുന്നു. എൻ്റെ കക്ഷിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ് സാർ, അടിസ്ഥാനരഹിതം, മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കും, പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി എന്ത് മുൻകൂർ ജാമ്യം എന്ന് ചോദിക്കുക. അറസ്റ്റ് രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് കോടതിയിൽ വാദിക്കണം എന്ന് പറയണേ. സാർ, എൻ്റെ കക്ഷിക്ക് യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല, ജയിലിലേക്ക് അയക്കരുത്, ഇടക്കാല ജാമ്യമെങ്കിലും അനുവദിക്കണം എന്ന് വക്കീൽ പറയാം. പെട്ടെന്ന് പോലീസുകാർ പറയും, സാർ, ഇയാൾ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കും എന്ന് പറയാം. പരാതിക്കാരിയെ വീണ്ടും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട്. അലോക് പറയും, സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടോ, താൻ ചെയ്തതൊക്കെ കേസ് ഡയറിയിൽ നല്ല വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെയും അവളുടെ കുടുംബത്തിൻ്റെയും ജീവിതമാണ് താൻ തകർക്കാൻ നോക്കിയത്. അത് നല്ല കാര്യമായിട്ടാണോ തനിക്ക് തോന്നുന്നത്? തനിക്ക് ജാമ്യം തരാൻ പറ്റില്ല എന്ന് മജിസ്ട്രേറ്റ് തീർത്തു പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ CIക്കും വളരെ സന്തോഷം ആവുക. മുൻകൂർ ജാമ്യാപേക്ഷ ഞാൻ നിഷേധിക്കുന്നു, 14 ദിവസത്തേക്ക് തന്നെ റിമാൻഡ് ചെയ്തേക്കുക എന്ന് മജിസ്ട്രേറ്റ് ഓർഡർ ഇടുവാണേ. അപ്പം വക്കീൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുകയാണ്. ഇതാ കേസ് ഫയല് എന്ന് പറയാം. പെട്ടെന്ന് വക്കീലാണെങ്കിൽ അച്യുതനെ അനന്തനെ വിളിക്കുക. സാർ, അലോകിന് ജാമ്യം കിട്ടിയില്ല എന്ന് അവരെ അറിയിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദേവമംഗലമാണ്. അനുശ്രീക്ക് ആകെ ഭയമുണ്ട്, പേടിച്ച് വിറച്ച് ദേവമംഗലത്തെ ടെൻഷനോടെ ഇരിക്കുക. അലോകിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നതും അച്യുതനും രാജശ്രീയും തന്നെ നോക്കിയ നോട്ടവും ഒക്കെയാണ് അനുവിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്നത്. പെട്ടെന്ന് ഗോമതി അടുത്ത് ചെന്ന് അനുവിനെ വിളിക്കുക. അനു മോളെ, നീ എന്താടി ആലോചിച്ച് കൂട്ടുന്നത്? നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ. അല്ല, എന്തോ ഉണ്ട്, നീ ഞെട്ടിയതുപോലെ തോന്നിയല്ലോ. ഇല്ലെന്നേ എന്ന് പറയാം. ആഹാരം വന്ന് കഴിച്ചേ. എനിക്ക് വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. അതെന്താ ആഹാരം വേണ്ടാത്തേ? ഇങ്ങനെ എഴുന്നേറ്റ് വന്നേ, വന്ന് വല്ലതും കഴിച്ചേ. എനിക്ക് വേണ്ടമ്മേ. എന്താടി മോളെ, നിനക്ക് എന്താ പറ്റിയത് എന്ന് ഗോമതി വീണ്ടും ചോദിക്കുക. ഏയ് ഇല്ല, ഒന്നും പറ്റിയില്ല എന്ന് പറയാം. ഇതേ സമയമാണ് ആര്യനാണെങ്കിൽ കയറി വരുന്നത്. ദേ നോക്കിക്കേ, ചേട്ടൻ എന്താ കൊണ്ടുവന്നേക്കുന്നത് എന്ന് അനുവിൻ്റെ അടുത്ത് ചെന്ന് പറയാം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, 2 ബാങ്കിൽ കയറി,
രണ്ടു ബാങ്കും എന്നെ കൈവിട്ടു. ആ സാരമില്ല, ബാങ്കുകൾ ഇനിയും കിടക്കുമല്ലേ എന്ന് ആര്യം പറയാം. അല്ല, എന്താ ആരും ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കാം. ആഹാരം എടുത്തു വെച്ചിട്ടേ ഇവള് കഴിക്കുന്നില്ല ആര്യ എന്ന് ഗോമതി അപ്പം പറയാം. അത് ഞാൻ വരാത്തത് കൊണ്ടായിരിക്കും. ബാ മോളെ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എനിക്ക് വേണ്ട എന്ന് അപ്പം വീണ്ടും അനു പറയാം. എന്താ മോളെ, എന്താ പറ്റിയേ, നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് അനു ഗോമതിയുടെ അടുത്തുനിന്ന് എഴുന്നേറ്റ് ആരിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. എനിക്ക് പേടിയാകുന്നേട്ടാ എന്ന് പറയാം. മോളെ, നീ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുക. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ, നീ സമാധാനപ്പെട്. അനു എന്ന് ഗോമതി അപ്പം വിളിക്കുക. നീ കാര്യം എന്താണെന്ന് പറ. അലോകിനെ പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ? ഷോ, അവൻ പുറത്തിറങ്ങിയ ഇവിടെയുള്ള എല്ലാവരെയും ഉപദ്രവിക്കും. എനിക്കറിയാവുന്നതുപോലെ അവന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഓ, അതാണോ അവനിങ്ങ് വരട്ടെ ഉപദ്രവിക്കാൻ എന്ന് ആര്യനപ്പം പറയും. മുൻപ് ഏട്ടന്മാർ അവന് ശരിക്കും കൊടുത്തിട്ടുള്ളത് അറിയാലോ. ഇനി ഒരിക്കൽ കൂടി വന്നാ പിന്നെ ഞാൻ അവനെ വെച്ചേക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഏട്ടാ അവൻ എന്ന് അനു പറയാം. അവനെ ഇന്ന് ജാമ്യത്തിലേക്ക് എടുക്കൂന്നല്ലേ അച്യുതനങ്ങൾ വെല്ലുവിളിച്ചത് എന്ന് പറയാം. ഒരു സമാധാനവും കിട്ടുന്നില്ല. അവനെ എനിക്ക് ശരിക്കും അറിയാം. ആര്യൻ ചേട്ടനോടാ അവൻ ഏറ്റവും പക എന്ന് പറയാം. ഷോ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ മോളെ? അവിടെ ചെന്ന് അലോകിനെ ശരിക്കും കൈകാര്യം ചെയ്തതല്ലേ നീ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത് എന്ന് ചോദിക്കുക. അതൊക്കെ അപ്പം അങ്ങ് ചെയ്തു. പക്ഷേ ഏട്ടാ, ഇതങ്ങനെയല്ല എന്ന് പറയാം. അവൻ അവൻ്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വരും. എല്ലാം ഫ്രോഡുകളാ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഗോമതി പറയും, ആര്യ, ഞാൻ ബാലേട്ടനെ ഒന്ന് വിളിച്ച് നോക്കാം. ബാലേട്ടനെ ഇത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാം. പെട്ടെന്ന് ഗോമതിയുടെ ഫോണിലേക്ക് ബാലൻ ഇങ്ങോട്ട് വിളിക്കാൻ കേട്ടോ. ആ ബാലേട്ടനെ വിളിക്കുന്നത്. ബാലേട്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ കാര്യം ഗോമതി? ദേ, ഇവിടെ അനുക്കുട്ടിയാകെ പേടിച്ച് വിറച്ചിരിക്കുക. അവൾക്ക് ഒരു സമാധാനവും ഇല്ല. അലോക് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ എല്ലാവരും ഉപദ്രവിക്കുമെന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഞാനും ആര്യനും ഒക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഒരു സമാധാനവും കിട്ടില്ല. ബാലേട്ടൻ ഒന്ന് അവളോട് സംസാരിക്കോ? നീ ഫോൺ ലൗഡ് സ്പീക്കറിലിട എന്ന് അപ്പം ബാലൻ പറയൂട്ടോ. ആ ശരി ബാലേട്ട എന്ന് ഗോമതി മറുപടി പറയാ. മോളെ, ദാ അച്ഛനെ സംസാരിക്കണമെന്ന്, നീ ഇവിടെ വന്ന് അടുത്തിരുന്നേ. ദാ അവൾ അടുത്തുണ്ട്. ബാലേട്ടൻ പറഞ്ഞോ? മോളെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. നമ്മുടെ വക്കീൽ വിളിച്ചിരുന്നു. അലോകിന് ജാമ്യം കിട്ടിയില്ല എന്ന് പറയാം. അവനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു 14 ദിവസത്തേക്ക്. മോൾക്ക് പേടിയൊക്കെ മാറിയല്ലോ. ഇനി സമാധാനമായിട്ട് നീ ഇരിക്കുക എന്ന് പറയാം. അവൻ പുറത്തിറങ്ങില്ല മോളെ. പിന്നെന്താ, ഇനി പുറത്തിറങ്ങിയാൽ അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. ബാക്കി അച്ഛൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയാം. സന്തോഷമായി ബാലേട്ട എന്ന് ഗോമതി അപ്പം പറയാം. എന്നാൽ ശരി, ബാലേട്ടന് തിരക്കല്ലേ എന്ന് പറഞ്ഞ് ഗോമതി ഫോൺ കട്ട് ചെയ്യുക. ഭാര്യം പറയും, മോളെ, ദേ ഇപ്പം നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കാം. ഇല്ല, ഇപ്പോഴേ എനിക്ക് കൂടുതൽ പേടിയായത് എന്ന് അനു അപ്പം പറയാണ് കേട്ടോ. ഷോ, ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തു കൂട്ടും അവിടെ ഉള്ളവരെന്ന് ഓർത്ത് എനിക്ക് പേടിയാവുക. മോളെ, നീ എന്താ ഇങ്ങനെ എന്ന് ഗോമതി അപ്പം ചോദിക്കുക. എനിക്കറിയാം പോലെ അവിടെ ഉള്ളവരെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയവും. അവരിനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പം ആര്യനും ഏകദേശം അങ്ങനെ ഒരു ചിന്താഗതി തന്നെയാണ് കേട്ടോ. കൃഷ്ണമംഗലത്തുള്ളവർ ഇനി വെറുതെ ഇരിക്കില്ല എന്ന് ആര്യനും അറിയാം. ഇതേ സമയം കൃഷ്ണമംഗലത്ത് രാജശ്രീ ടെൻഷൻ അടിച്ച് അച്യുതനും അനന്തനും വരുന്നതും കാത്തിരിക്കുകയാണ് കേട്ടോ. ഈശ്വര, എത്ര നേരമായി, അവരെന്താ അവനെയും കൂട്ടിക്കൊണ്ട് വരാത്തത്? എടാ ധർമ്മ, നീയൊന്ന് അവരെ വിളിക്കടാ. സമാധാനപ്പെടൻ്റെ ഇടത്തി. ജാമ്യത്തിലെടുക്കാൻ കുറച്ച് സമയമെടുക്കും, അതിൻ്റെതായ സമയമുണ്ടെന്നേ എന്ന് പറയാം. എന്നാലും ആ ബാലൻ, അയാൾ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുക. എത്ര ധൈര്യം വന്നു? വിടില്ല ഞാൻ. അവരിങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്ന് രാജശ്രീ പറയണേ. എൻ്റെ പൊന്നു രാജശ്രീ, അലോക് നമ്മുടെ കുട്ടി തന്നെയാ. പക്ഷേ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയാം. എനിക്കൊന്നും ആലോചിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ മോന എനിക്ക് വലുത്. എൻ്റെ പൊന്നു രാജശ്രീ, നീ ചുമ്മാ ഇങ്ങനെ വാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാതെ. ദേ, നന്ദിനി സുഗിനി ഇപ്പം അമ്പലത്തിൽ പൂജകൾ കഴിക്കുമായിരിക്കും. നമുക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. അതാ ഇപ്പം വേണ്ടത് എന്ന് പറയാം. നല്ല വാർത്തയുമായിട്ട് അനന്തനും അച്യുതനും വരും. നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറയാം. പെട്ടെന്ന് അച്യുതനും അനന്തനും വരിക. ദേ, അവരെത്തി എന്ന് പറയാം. അപ്പം രാജശ്രീ പെട്ടെന്ന് അച്യുതൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. അച്ചുവേട്ടാ, നമ്മുടെ മോൻ എവിടെ? ദേ അച്ചുവേട്ടാ, കാര്യം പറ, അലോക് എവിടെ എന്ന് രാജശ്രീ ചോദിക്കാം. അലോകിനെ കാണുന്നില്ലല്ലോ, അനന്തേട്ടനും വന്നില്ലേ? പെട്ടെന്ന് അച്യുതൻ അവിടെ നിന്ന് കരയുവാണേ. ഏട്ടാ, എന്തു പറ്റി എന്ന് ധർമ്മൻ ചോദിക്കുക. അച്ചുവേട്ടാ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് രാജശ്രീ ചോദിക്കുക. നമ്മുടെ മോനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം രാജശ്രീക്ക് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. അച്ചുവേട്ടൻ എന്താ പറയുന്നത്? അവർ ജയിലിലേക്ക് കൊണ്ടുപോയി. എനിക്കും അനന്തേട്ടനും ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് പറയാം. അപ്പം കേട്ട വാർത്ത
വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ രാജശ്രീ അവിടെ ഇരുന്ന് പോവാണ് കേട്ടോ. അപ്പം ഇന്ദിരാമ്മയ്ക്കും നല്ല സങ്കടമുണ്ട്. ഇന്ദിരാമ്മയ്ക്കും ഇതൊന്നും സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെയായാലും കൊച്ചുമോനാണല്ലോ. അനുശ്രീയുടെ മൊഴി അത്രയ്ക്ക് ശക്തമായിരുന്നു. ഒരു പഴുതുകളും ഇല്ലാതെയാ പരാതി കൊടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യം മജിസ്ട്രേറ്റ് തള്ളിക്കളഞ്ഞു. കുറച്ച് ദിവസം നമ്മുടെ മോൻ ജയിലിലായിരിക്കും. അത് കേൾക്കുന്ന രാജശ്രീ അച്യുതനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. ധർമ്മം പറയും, ഏടത്തി ഒന്ന് സമാധാനപ്പെട്. ഞാൻ എങ്ങനെ സമാധാനപ്പെടണമെന്നാ? കള്ളത്താലി എടുത്ത് കഴുത്തിൽ കെട്ടി ഭാര്യയായിട്ട് അഭിനയിച്ചല്ലേ അവൾ ഇവിടെ വന്നു കയറിയത്. അവനെ കുറേ ദ്രോഹിക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ ഇറങ്ങി അങ്ങ് പോയി. എന്നിട്ട് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാ? ഇപ്പം എൻ്റെ മോനെ ജയിലിൽ അയച്ചു. കൊല്ലും ഞാൻ അവളെ എന്ന് പറഞ്ഞ് ധർമ്മനെ നീക്കിയിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുക രാജശ്രീ. ഏടത്തി ഒന്ന് അടങ്ങ്, ബഹളം വെക്കല്ലേ. പെട്ടെന്ന് അച്യുതൻ എഴുന്നേക്കുക. രാജശ്രീ, നീ എന്തേ കാട്ടി കൂട്ടുന്നത്? ആരും ഒന്നും പറയണ്ട. ആ ഗോമതി സ്റ്റോർ വാരനുണ്ടല്ലോ, അയാളെ ഞാൻ ഇന്ന് കത്തിക്കും, ദേവമംഗലം ഞാൻ നശിപ്പിക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാ. മോളെ, നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത് എന്ന് ഇന്ദിരാമ്മ പറയാ. പെട്ടെന്ന് അച്യുതൻ പറയും, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇപ്പം ഈ കേസിൻ്റെ ഇടയിൽ നീ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയാ ഒരിക്കലും നമ്മുടെ മോന് ജാമ്യം കിട്ടില്ല. അവർ വീണ്ടും പരാതി സ്ട്രോങ് ആക്കുകയുള്ളൂ എന്ന് പറയാം. ഈ കേസ് നടപടി വേഗത്തിലാണ് നടക്കാൻ പോകുന്നേ. അവന് വേണ്ടതൊക്കെ ചെയ്തോളാം. അനന്തേട്ടൻ രാമവർമ്മ വക്കീലിനെ കാണാനായിട്ട് പോയേക്കുക. അയാൾ വലിയ വക്കീലാണ്. നമ്മുടെ മോനെ വൈകാതെ പുറത്തിറക്കും. നീ കുറച്ച് ദിവസം ഒന്ന് സമാധാനിക്ക് രാജശ്രീ എന്ന് പറയാം. എൻ്റെ മോൻ, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം അച്ചുവേട്ടാ എന്ന് പറയാം. അതൊന്നും അത്ര എളുപ്പമല്ലടോ, താനൊന്ന് സമാധാനപ്പെട്. അതിനൊക്കെ കുറച്ച് സമയം എടുക്കും എന്ന് അച്യുതൻ പറയാം. എന്ത് സമയം? ഇല്ല അച്ചുവേട്ടാ, എനിക്ക് എൻ്റെ മോനെ കണ്ടേ പറ്റൂ. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എനിക്ക് അവരെ ഒന്നും വെറുതെ വിടരുത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മേ, അച്ചുവേട്ടാ എന്ന് പറഞ്ഞ് രാജശ്രീ ഒരുമാതിരി വെളിവില്ലാതെ പോലെ സംസാരിക്കുക. രാജശ്രീ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുക. നമുക്കും മിത്രയെ കൊണ്ടുവരണം. അനന്തേട്ടന് എതിർക്കില്ല. ഇനി ഒരു നിമിഷം പോലും അവിടെ മിത്ര നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയാ. രാജശ്രീ, നീ ഒന്ന് അടങ്ങ്, വരട്ടെ. ആദ്യം നമ്മുടെ മോനെ പുറത്തിറക്കാം. അതിനുശേഷം നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അനന്തേട്ടൻ പകുതി സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അനന്തേട്ടൻ പറഞ്ഞ കേൾക്കും. നീ വരട്ടെ, നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് പറയാം. ഇപ്പം അവിടെ പോയി ഒരു പ്രശ്നം വെച്ചാൽ അത് കൂടുതൽ വഷളാവുകയുള്ളൂ. അപ്പം രാജശ്രീ അവിടെ നിന്ന് കരയോ. ദേവമംഗലത്ത് ഇപ്പോൾ വലിയ ആഘോഷമായിരിക്കും. എൻ്റെ മോനെ അവർ ജയിലിലടച്ചില്ലേ, എൻ്റെ മോനൊന്ന് വന്നോട്ടെ, എല്ലാത്തിനും ഞാൻ നശിപ്പിക്കും, എല്ലാം അവസാനിപ്പിക്കും, ഞാൻ എല്ലാവരെയും കൊല്ലും ഞാൻ എന്ന് ഒരുമാതിരി പകയോടെ പറയാം. അപ്പം ഇതെല്ലാം കേട്ട് ധർമ്മനാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. അച്യുതനും ഏകദേശം അതേ മാനസിക നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പം അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് തൻ്റെ മകനെ കൂടുതൽ ബാധിക്കുക എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് അച്യുതനൊന്ന് അടങ്ങി നിൽക്കാം. ഇതേ സമയം നമ്മുടെ മീനുവാണ് ഓഫീസ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഒരു കോള് വരുന്നത്. അപ്പം മീനു അത് അറ്റൻഡ് ചെയ്യുക. ആര്യനെ വിളിക്കുന്നത്. ആര്യ, എന്താ ആര്യ വിളിച്ചത്? ഏടത്തി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ ആര്യ കാര്യം എന്ന് ചോദിക്കുക. അപ്പോൾ ആര്യൻ അലോകിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മീനുവിനെ അറിയിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും മീനു പറയും, അലോകിന് ജാമ്യം കിട്ടിയില്ലല്ലേ എന്നിങ്ങനെ പറയാം. അപ്പം അനുശ്രീയുടെ ടെൻഷനെ പറ്റിയും ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആകാശിനെ വിളിച്ചും ആര്യനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്താടാ എന്ന് ചോദിക്കുക. ആകാശ് ഫോൺ വിളിക്കുമ്പം എന്താടാ കാര്യം പറ എന്ന് അപ്പം ചോദിക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും ആകാശിനെ അറിയിക്കുക. അതിനുശേഷം ആര്യൻ ആനന്ദിനെ വിളിച്ചും കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അനുവാണ് വീട്ടിൽ ടെൻഷനോട് കൂടി തന്നെ ഇരിക്കുക. അപ്പോൾ ആര്യനാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുക. നീ ഒന്ന് ഒരുങ്ങിക്കേ, നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയാം. നീ വാ അനു എന്ന് പറയാം. എങ്ങോട്ടേട്ടാ? ഞാൻ എങ്ങോട്ടും ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. എങ്ങോട്ടാന്ന് പറഞ്ഞാലേ നീ വരുള്ളൂ, നീ വന്നേ അനു എന്ന് പറയാം. നമ്മുടെ അനുവിന് വേണ്ടി ഏട്ടന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടാ? ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അനുവിനെ കൂട്ടിക്കൊണ്ട് ആര്യൻ പെട്ടെന്ന് തന്നെ പോവാണേ. ഏട്ടാ, എങ്ങോട്ടാ ഏട്ടാ എന്നെ ഈ കൊണ്ടുപോകുന്നത്? കയറ് എന്ന് പറയാം. അനുവാണ് പേടിച്ച് വരച്ചാൽ നിൽക്കുന്നത്. ഇറങ്ങ് എന്ന് പറയാം. കുറച്ച് ആൾക്കാർ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് ആരും പറയാം. എന്നെ കാണാനോ? ആര്? എന്നെ എന്തിനാ അവർ കാണുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ ഏട്ടാ എന്ന് അനു ചോദിക്കുക. പെട്ടെന്ന് ആനന്ദും ആകാശും മീനും മിത്രയും ഒക്കെ അവിടേക്ക് വരിക. ഇവരോ എന്ന് വളരെ സന്തോഷത്തോടു കൂടി അനുശ്രീ ചോദിക്കുക. ഇവരെന്തിനാ ഇവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത് എന്ന് ചോദിക്കുക. പെട്ടെന്ന് മീനു ചോദിക്കും, എന്താ നീ പേടിച്ചു പോയോ? ഞങ്ങളുടെ അനിയത്തിക്ക് ആകെ സങ്കടമാണെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ എന്ന് പറയണേ. എടാ, ശരിക്കും അനുവിനെ പേടിപ്പിച്ച ലക്ഷണമുണ്ടല്ലോ, നീ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അനു മോളെ,
ഇവൻ നിന്നോട് എന്താ പറഞ്ഞേ എന്ന് ആനന്ദ് ചോദിക്കുക. ആര്യൻ ചേട്ടൻ എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാ. അല്ല, നിങ്ങളൊക്കെ എന്താ ഇവിടെ? അതൊക്കെ ഉണ്ട് എന്ന് ആകാശ് പറയാം. ഞങ്ങളെ നിനക്കൊരു സൂപ്പർ സർപ്രൈസ് തരാനായിട്ട് വന്നതാ. ദേവിയെടുത്തെ കടയിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അല്ലെങ്കിലേ ആ ഗോമതി സ്റ്റോർ ബാലൻ ഞങ്ങൾ വെറുതെ വിട്ടേക്കില്ല എന്ന് പറയാം. സർപ്രൈസോ? അതേലോ, പക്ഷേ ഈ ഐഡിയ ഞങ്ങളുടെ ആരുടെയല്ല, നിന്റെ ആര്യൻ ചേട്ടൻ്റെയാ എന്ന് മീനു പറയൂട്ടോ. ഐഡിയയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം മിത്ര പറയും, മോളെ നീ ഇങ്ങനെ ഡാർക്ക് അടിച്ചിരുന്ന ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ഇത്. നിന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ പരിപാടികൾ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കാം. ആദ്യം ഒരു സിനിമ എന്ന് ആനന്ദ് പറയും. പിന്നെ നേരെ ബീച്ച് ആകാശ് പറയും. അതിനുശേഷം വയറ് നിറച്ച് ഫുഡ് അടിക്കും. പിന്നെ പാർക്കിലേക്ക് എന്ന് മീനും മിത്രയും കൂടി പറയും. ചുരുക്കി പറഞ്ഞാലേ ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കും. എന്താ പോരെ? നിനക്കിപ്പോൾ സമാധാനം ആയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. തൻ്റെ ഏട്ടന്മാരുടെയും ഏടത്തിയുടെയും മാരുടെയൊക്കെ സ്നേഹത്തിന് മുന്നിൽ നമ്മുടെ അനുവിന് സന്തോഷമാവുക. ഞങ്ങളുടെ പഴയ അനുവിന് തിരികെ വേണം. കുസൃതിയും സന്തോഷവും ഒക്കെയുള്ള അനുവിനെ. അതിനുവേണ്ടി ഇത് ഇച്ചിരി കുഴപ്പമില്ല, ഇപ്പം അല്പച്ചിരി വന്നിട്ടുണ്ട്, എന്നാലും അത്രയ്ക്കങ്ങ് പോരാ എന്ന് മിത്ര പറയാം. ഇവള് മനസ്സ് തുറന്ന് ചിരിച്ചാൽ പോരെ, അതിപ്പം ശരിയാക്കി തരാം, എല്ലാവരും റെഡിയാണല്ലോ എന്ന് ആകാശ് പറയാൻ കേട്ടോ. എന്താ ഏട്ടാ എന്നപ്പോൾ ചോദിക്കാം. നിങ്ങൾ എപ്പോഴേ റെഡി എന്ന് മീനു പറയാം. മീനു ചേച്ചി അപ്പം നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിക്കാം. പിന്നല്ലാതെ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? പെട്ടെന്ന് എല്ലാവരും കൂടി നമ്മുടെ അനുവിനെ പിടിച്ച് നടുക്ക് നിർത്തി അവളെ കിക്കിളി കൂട്ടി ചിരിപ്പിക്കുകയാണ് കേട്ടോ. അനുവാണ് ചിരിക്കുക. അതിനുശേഷം പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി ആടി തിമിർത്ത് സന്തോഷിക്കുകയാണ് കേട്ടോ. വളരെ സന്തോഷത്തോടു കൂടി അനുവിൻ്റെ മനസ്സൊക്കെ മാറുന്നുണ്ട്. ഏട്ടന്മാര് അനുവിന് വേണ്ടി ഇന്നത്തെ ദിവസം മുഴുവനും മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഫോട്ടോ എടുത്തും ഫുഡ് കഴിച്ചും അനുവിനെ കൊഞ്ചിച്ചും ലാളിച്ചും അവരെല്ലാവരും കൂടി അവൾക്ക് അത്രയേറെ സന്തോഷം നൽകുകയാണ് കേട്ടോ. അനുശ്രീയുടെയും ആ അടച്ചു മൂടിയിരിക്കുന്ന ഭാവമൊക്കെ മാറി കുറച്ച് ചിരി സന്തോഷമൊക്കെ തിരികെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ചിലവഴിക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ